എൻ്റെ മോളെയും കൊച്ചിനെയും ഇവിടെ എത്തിക്കണം. അതിനുപരി അവനെയും അവൻ്റെ പെങ്ങളെയും അച്ഛനെയും വിട്ടുകൊടുക്കരുത് മോനെ. നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അത് എവിടെ അറ്റം വരെ പോയോ ആ അറ്റം വരെയുള്ള ശിക്ഷ അവന് മേടിച്ചു കൊടുക്കണം. ഏത് അറ്റത്തുള്ള നിയമത്തിൻ്റെ ഒരിക്കൽ പോയി എൻ്റെ കുഞ്ഞിനെ കൊന്നവനെ ശിക്ഷിക്കണം. അവനെ അവൻ്റെ സഹോദരിയും മോനും ഭർത്താവിനെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കണം. ഈ നാട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കണം. എൻ്റെ പൊടി കുഞ്ഞിനെ എൻ്റെ മോളെ എനിക്ക് വിട്ടു തരണം. അവൻ നോക്കാത്തത് കൊണ്ടല്ലേ അവനെ എൻ്റെ പൊടി കുഞ്ഞു അത് മരിക്കേണ്ടി വന്നത്. ഇത്രയും ഒരു കാതകയാണല്ലേ അവൻ്റെ പെങ്ങളും അച്ഛനും ഒക്കെ. എൻ്റെ കുഞ്ഞ് വെറും പാവമായിരുന്നു മക്കളെ, വെറും പാവം. അത് പ്രതികരിക്കാൻ അറിയത്തില്ല അതിന്. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ കുഞ്ഞിന് ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. പറ്റത്തില്ല മോനെ, എനിക്കൊരു പൊടിയും പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കൊണ്ടെത്തിക്കണം. എൻ്റെ 2 കുഞ്ഞുങ്ങളെ എൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കണം. അതിനുപരി അവനും അവൻ്റെ പെങ്ങൾക്കും അച്ഛനും തക്കതായ ശിക്ഷ കൊടുക്കണം. നിങ്ങളെ കണ്ടില്ലേ ഈ പെറ്റതള്ളെ? ഞാനും ഫേസ്ബുക്ക് വഴിയാണ് എൻ്റെ മോൾ അനുഭവിച്ച ദുഃഖങ്ങൾ ഞാൻ കണ്ടത്. അമ്മ വേദനിക്കുമെന്ന് പറഞ്ഞു ഒരു വാക്ക് അവൾ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ വേണ്ടിയില്ലായിരുന്നു മോനെ. എൻ്റെ മോക്ക് ഈ ഗതി വരത്തില്ലായിരുന്നു. നമ്മുടെയൊക്കെ കണ്ണീരായും നോവായും വേദനയായി മാറിയ ഷാർജയിൽ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സ്വയം ജീവനൊടുക്കിയ വിഭജികയുടെ അമ്മയാണിത്. ഫോണിൽ അങ്ങേ തലയ്ക്കൽ പെൺമക്കളുടെ സൗണ്ട് ഒന്ന് മാറിയാൽ അമ്മമാർക്ക് മനസ്സിലാകും. എന്നിട്ട് ഇത്രയും കാലം ഇവരൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സങ്കടമുണ്ടേ. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെയും കൊന്നിട്ട് സ്വയം ആത്മഹത്യ ചെയ്യണമെങ്കിൽ പെട്ടെന്നെടുത്ത തീരുമാനമൊന്നും ആയിരിക്കത്തില്ല. നേരത്തെ അവൾ ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. വിഭജിക വീട്ടുകാർക്ക് അയച്ചു കൊടുത്ത ഒരു ശബ്ദ സന്ദേശം കേട്ടിട്ട് സമു എന്താണെന്നറിയാം ഞാൻ പറഞ്ഞത് വേണ്ട ചേട്ടന്. കാരണം ഇവർക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് അവൻ അറിയത്തില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ ആ ഒരു പേടി, ആ ഒരു ബഹുമാനം അവർ നിങ്ങളുടെ അടുത്തും പോവും. എന്നാലും അവൻ നന്നാവത്തില്ല. നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ വെച്ച് ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും നമുക്ക് ഈ എന്താ പറയുക, ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും. ഈ ഉറക്കം നടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല. അത് കറക്റ്റാ. അതാണ് നിതീഷ്. കാരണം അവനൊരു കുടുംബം അല്ല വേണ്ടത്. അവനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം, വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കണം. എന്ത് വെച്ചാലും പറയുന്നത് കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ, കൊച്ചിന് ഫ്ലാറ്റ് വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ച് ഇപ്പൊ കൊച്ചിന് അതാണല്ലോ ആവശ്യം. ഇതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും എല്ലാം ആയിന്ന്. അത് നിതീഷിന് അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല. നിതീഷ് പൊട്ടനൊന്നും അല്ലല്ലോ. അവരെ വീട്ടുകാരെന്താ ചെയ്തിട്ടുള്ളതെന്നും അവരെ വീട്ടുകാരെന്താ ചെയ്യണേന്നും എല്ലാം അവന് കറക്റ്റായിട്ട് അറിയാം. അവൻ ചുമ്മാ ഒരു എന്താ പറയാ, നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ പറയത്തില്ല ചില ആണുങ്ങൾ, അത് തന്നെ എന്നെ പറയാം. എന്ത് പറഞ്ഞാലും എന്നെ പറയാം. അത്ര നീ കാരണം അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നു. അത്ര തന്നെ. ഈ ലോകത്ത് ആര് പറഞ്ഞാലും അവൻ കേൾക്കാൻ പോകുന്നില്ല. കാരണം ഒത്തിരി പറഞ്ഞാൽ പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തേനാ അവരച്ഛൻ തന്നെ എൻ്റെ അമ്മയെ വിളിച്ച് പറയുന്നിട്ടില്ലേ, ഇപ്പോഴത്തെ ആൺപിള്ളേർ അങ്ങനെയാന്ന്. 2 ദിവസം 3 ദിവസമൊക്കെ വീട്ടിൽ കയറാണ്ട് എവിടെങ്കിലും പോയി തങ്ങിയിട്ട് വരുന്നവനെ സ്വന്തം അച്ഛൻ തന്നെ എന്റർടൈൻ ചെയ്യുന്നു. എൻ്റെ അമ്മയുടെയും എൻ്റെ കുഞ്ഞിനെ ഞാൻ പിടിച്ചിരിക്കുന്നത്. അവരെ മുന്നേ ചില പറഞ്ഞു ഡിവോഴ്സ് ഒന്നും ഇപ്പൊ പുത്തിരിയൊന്നും അല്ല. ഇങ്ങനെയൊക്കെ ഒരു അച്ഛൻ്റെ സംസാരം. പെങ്ങള് പിന്നെ പറയണ്ടായിരിക്കുമല്ലോ. പിന്നെ അവൻ എന്താ വേണം? ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി അല്ലേ കൂടെ ഉള്ളത്. കയ്യില് പൂത്ത കാശില്ലായിരുന്ന സമയത്തും ഞാൻ കൂടെ വേണമായിരുന്നു. കാശായപ്പോൾ പുറങ്കാലം കൊണ്ട് ചവിട്ടി കളയുന്നു. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ വീഡിയോക്ക് താഴെ ഒത്തിരി കമൻസ് കണ്ടായിരുന്നേ. ഒരു കമൻറ്റ് ഇതാണ്: നിനക്ക് ജോലി ഇല്ലേടി, സ്വന്തം കാലിൽ നിൽക്കാൻ ത്രാണിയില്ലേ, പിന്നെ എന്തിനാണ് എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുടെ കമൻസ് ഞാൻ കണ്ടായിരുന്നേ. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഒരു പെണ്ണിന് ആവശ്യം അവളെ സ്നേഹിക്കാനും പരിഗണിക്കാനും കഴിവുള്ള നട്ടലുള്ള ഒരു ഭർത്താവിനെയാണ്. അല്ലാതെ കുടുംബത്തിലുള്ളവർ പറയുന്നത് മാത്രം കേട്ട് തുള്ളി കളിക്കാൻ ഒരു കുട്ടി കുരങ്ങിനല്ല അവൾക്ക് ആവശ്യം. പിന്നെ എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളോടാണേ. പെൺമക്കളെ കെട്ടിച്ചു വിട്ടിട്ട് കെട്ടിക്കൊണ്ട് പോകുന്ന വീട്ടിൽ നരകയാതന, അങ്ങേറ്റം സഹിക്കാൻ പറ്റാത്ത നരകയാതന എന്ന് പറയുകയാണെങ്കിൽ അവരെ ചെപ്പക്കുറ്റി നോക്കി ഒന്ന് കൊടുത്തിട്ട് മക്കളെ തിരികെ കൊണ്ടുവരാനുള്ള ധൈര്യം അമ്മമാരോ അച്ഛനോ കാണിക്കണം. അല്ലാതെ സഹിക്ക്, ക്ഷമിക്ക്, കുടുംബമാകുമ്പോൾ അങ്ങനെയൊക്കെയാണ്, പെണ്ണുങ്ങളെല്ലാം സഹിക്കേണ്ടവരാണ് എന്നല്ല അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ശരിയാകും, നാളെ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് കുടുംബക്കാരുമായിട്ട്, അതായത് പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് അടുപ്പിക്കണ്ട, അവൾ എന്നാൽ ഇവിടെ വന്ന് നിന്നു പോകും എന്ന് ചിന്തിക്കുന്ന കുറേ രക്ഷകർത്താക്കളുണ്ട്. ഒരുപക്ഷെ അവിടുത്തെ നരകയാതന കൊണ്ട് ആത്മഹത്യ ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം നിങ്ങളും കൂടെ ഏറ്റെടുക്കേണ്ടി വരും. ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി അവ കൊടുക്കേണ്ട വിദ്യാഭ്യാസം കൊടുത്ത് കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാധ്യതയെല്ലാം തീർന്നു. ഇനി അവളുടെ ജീവിതമായി അവൾ എന്ത് യാതന അനുഭവിച്ച് അവൾ ജീവിച്ചോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന മാതാപിതാക്കൾക്ക് ഇതിപ്പോൾ 2ാമത്തെ സംഭവമാണ്. മുന്നേ ഒരു സംഭവം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 2ാമത്തെയാണ് ഈ വിഭജിക എന്ന മോള്.
മനസ്സിലായോ? അതുകൊണ്ട് മക്കള് കെട്ടിച്ചു വിട്ടാലും അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവരുടെ സ്വന്തമെന്ന് പറയാൻ അച്ഛനും അമ്മയാണ്. മനസ്സിലായോ? അതുകൊണ്ട് അമ്മയുടെയും അച്ഛൻ്റെയും മുന്നിൽ പറയാത്തതായിട്ട് ഒരു കാര്യം പെൺകുട്ടികൾക്ക് ഉണ്ടാവത്തില്ല. അവൾ എന്തെങ്കിലും അവളുടെ മനസ്സറിഞ്ഞ് നമുക്ക് ഒരു ഫോൺ ചെയ്യുമ്പോൾ തന്നെ അവളെ ശബ്ദം ഇടറുമ്പോൾ അമ്മമാർ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ അമ്മമാരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീരുമാനം എടുക്കണമെന്നല്ല, അവളെ ഒഴിവാക്കാതെ അവളെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.